ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 30,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 25,000 to 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓരോ സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ എവിടെയാണ് കണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ വേണമെങ്കിൽ പോക്കോ F6 എന്നുള്ള സ്മാർട്ട് ഫോൺ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഇതല്ലാന്നുണ്ടെങ്കിൽ 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X7 Pro എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ MediaTek Dimensity 8400 Ultra എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. അപ്പം രണ്ട് പ്രോസസ്സറും ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറുകളാണ്. പിന്നെ ഈ ഒരു ഫോണിൽ ബെറ്റർ ആയിട്ടുള്ള 6550 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിലും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 3A എന്നുള്ള സ്മാർട്ട് ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതല്ലാന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 3A Proയും വരുന്നുണ്ട്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പക്ഷെ അതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു പെരിസ്കോപ്പ് ലെൻസ് കിട്ടുന്നുണ്ട്. ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ആണ്. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 3A Proയും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം വിവോ T3 Pro അതുപോലെ തന്നെ iQOO Z9s Pro എന്നീ ഫോണുകൾ വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും 6.77 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 5500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 26,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഹോണറിന്റെ 200 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഹോണറിന്റെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5200 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 26,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി നിങ്ങൾക്ക് OnePlusന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ OnePlus Nord 4 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.74 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 27,900 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ റിയൽമി GT60 എന്ന സ്മാർട്ട് ഫോൺ 27,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ്. പക്ഷെ ഡിസ്പ്ലേയിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിന് പകരം 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 27,500 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ചും കൂടി പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽമി P3 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം അതിൽ നല്ല പെർഫോമൻസ് ഒക്കെ ലഭിക്കുന്ന ഒരു പ്രോസസ്സറൊക്കെ വരുന്നതായിരിക്കും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഫോണിന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു ഫോൺ ഒരു 27,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ
റിയൽമി 14 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 6.83 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഇതിൽ പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 6000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO Neo 10R നോക്കാവുന്നതാണ്. അപ്പം ഇതിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോക്കോ F6ലും ഇതേ സെയിം പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6400 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മോട്ടറോള എഡ്ജ് 50 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം 29,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ 6.7 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+10+13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 4500 mAh ബാറ്ററിയും 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 29,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് താഴെ വിവോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വിവോ T3 Ultra എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 9200+ എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓപ്പോയുടെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോ Reno 11 Pro എന്ന സ്മാർട്ട് ഫോൺ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 8200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് വരുന്നത്. 4600 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തതിൽ 30,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാനിതിന് ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോക്കോ F6 സെലക്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നത്തിങ് ഫോൺ 3A എന്നുള്ള സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്തേക്കാം. അപ്പം പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളുടെ കാര്യത്തിൽ പോക്കോ F6ന്റെ കൂടെ ഞാൻ iQOO Neo 10R എന്നുള്ള സ്മാർട്ട് ഫോണും സെലക്ട് ചെയ്തേക്കാം. കൂടുതലും iQOO Neo 10R സെലക്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളുടെ കാര്യത്തിൽ റിയൽമി 14 Pro Plus സെലക്ട് ചെയ്തേക്കാം. പിന്നെ ചിലപ്പോൾ നത്തിങ് ഫോൺ 3A Pro എന്ന സ്മാർട്ട് ഫോണും ഞാൻ സെലക്ട് ചെയ്തേക്കാം. അപ്പം ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള ചില ഫോണുകൾ. അപ്പം ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.